മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിച്ചൻ പാലക്കാട്ടിലച്ച, ബഹുമാനപ്പെട്ട ബിബിനച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വം നേരുന്നു. കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയ യോഹന്നാൻ മന്ദാന ഇന്ന് രാവിലെ സുവിശേഷം വായിച്ചപ്പോ സ്നാപക യോഹന്നാന്റെ ജനനത്തെ പറ്റി വായിച്ചപ്പോ മനസ്സിൽ വന്നത്, പെട്ടെന്ന് വന്നത്, സ്നാപകനൊരു നക്ഷത്രമാണെന്നുള്ളതാണ്. സ്റ്റാറാണ്. ഈശോയുടെ ജീവിതത്തെ മുൻകൂട്ടി കാണിക്കുന്ന ഒരു സ്റ്റാർ, വഴികാട്ടി. അത് ജ്ഞാനികൾക്ക് വഴി പറഞ്ഞു കൊടുത്ത ആ നക്ഷത്രത്തെ പോലെ തന്നെ അന്നത്തെ നാട്ടിലെ സകല മനുഷ്യർക്കും വഴി പറഞ്ഞു കൊടുത്ത, ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വഴി പറഞ്ഞു കൊടുത്ത ഒരു നക്ഷത്രമാണ് സ്നാപകൻ. എന്തൊരു മനോഹരാണ്! വഴി കാണിച്ചു കൊടുക്കുന്ന, വഴി പറഞ്ഞു കൊടുക്കുന്ന, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കപ്പെടുന്ന അതേ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്നെ ശൂന്യനാക്കി കടന്നു പോകുന്ന ഒരു വ്യക്തി. ഈ ശൂന്യമാകലിന് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന, നമ്മൾ നേരെ ഓപ്പോസിറ്റ്. പൊതുവെ അങ്ങനെയാണ് നമ്മൾ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, ഞാൻ വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടോടെയാണ് നമ്മുടെ പൊതുജീവിതം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവൻ വളരണം, ഞാൻ കുറഞ്ഞ് ഇല്ലാതാകും. ഈ ഒരു മനോഭാവമാണ്. വെറുതെ അല്ല സ്നാപകനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജനനാണ് ആഘോഷിക്കുന്നത്. സാധാരണ എല്ലാ വിശുദ്ധരുടെയും മരണമാണ് പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ സ്നാപകൻ്റെ ജനനാണ്, അത് നോർമലല്ല. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ജനനം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെന്ന്. ഞാനൊരു പ്രത്യേക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ. കാരണം എൻ്റെ അമ്മ കഴിഞ്ഞ 9 ദിവസമായിട്ട് വെന്റിലേറ്ററിലാണ്. ലിസി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കാണ്. ഞാൻ അവിടുന്ന് വന്നെ. എങ്ങനെയാണ് അമ്മമാര് ഇത്രയും കനമില്ലാത്ത മനുഷ്യരായി മാറുന്നത്? എങ്ങനെയാണ് അവരുടെ ഓർമ്മ, അവരെങ്ങനെയാണ് നമുക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്? ഞാൻ അവസാനം അമ്മയെ കാണുമ്പോൾ, അമ്മ പൊതുവെ അത്ര ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. അതെന്ത് കാര്യമായാലും ശരി. ഇപ്പൊ സങ്കടം വന്നാൽ കരയൂല, ഒരുപാട് സന്തോഷം വന്നാലും ചിരിക്കൂല. അമ്മ ഏറ്റവും മിനിമത്തിൻ്റെ ആളാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് അമ്മ എന്താ കരയാത്തത്? അമ്മയ്ക്ക് അങ്ങനെ കരച്ചിലില്ല, അങ്ങനത്തെ ഒരാളാണ്. സാധാരണ അമ്മമാർ അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. പൊതുവെ പെട്ടെന്ന് കരയണവരാണ്. എൻ്റെ അനീത്തിനെ ഞങ്ങൾ വിളിക്കുന്നത് തന്നെ കണ്ണുനീരിന്നാണ്. അവൾ അങ്ങനെയാണ്, തൊട്ടക്കരി. അവൾ കരഞ്ഞ വീട്ടിൽ ഭയങ്കര വാല്യൂ ഉള്ളത് കൊണ്ടാണ് ആ കരച്ചിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അമ്മ കരയൂല. ഞാൻ അമ്മേനെ ആകാശദൂത് കാണിക്കാൻ കൊണ്ടുപോയിട്ട് പോലും അമ്മ കരഞ്ഞില്ല. അങ്ങനത്തെ അമ്മയാണ് എൻ്റെ അമ്മ. ആ അമ്മ, ഞാൻ എൻ്റെ അവസാനത്തെ ഓർമ്മ, അല്ലെങ്കിൽ ഞാൻ അവസാനം അമ്മേനെ നോർമലായിട്ട് കാണുന്നത് ഇങ്ങനെ ഒളിപ്പിച്ച് പിടിച്ച കൊന്ത. അമ്മ കൊന്തയിലാണെങ്കിൽ ആരും കാണരുതെന്ന് എഴുതിയിട്ടാണ് അമ്മയുടെ കൊന്തയില്. ആരും കാണരുത് അമ്മയുടെ കൊന്തയിലല്ലേ. അങ്ങനെ
നടക്കുന്ന വഴിയൊക്കെ ഇച്ചിരി വയ്യായികയുണ്ട്, ഇങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ കൊന്തയില്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരും കാണല്ലേ എന്ന് കരുതി കൊന്തയില്ലെന്ന അമ്മ. പക്ഷെ കൊന്ത അവസാനിക്കുമ്പോൾ ഈ രൂപത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എല്ലാ രൂപവും ഒന്ന് തൊട്ടുമുത്തുമൊക്കെ ചെയ്യും. എന്നിട്ട് ഈ തിരുഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഔസ്യപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാകെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ പാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കണ ഒരമ്മ. ഇതാണ് എൻ്റെ അവസാനമുള്ള, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം അമ്മേനെ കാണുമ്പോൾ അങ്ങനെയാണ് അമ്മ കാണിച്ചു തരാണ് മക്കൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഈ ICU കിടന്നിട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല. കണ്ണൊക്കെ അനങ്ങുണ്ട്. കണ്ണനങ്ങുമ്പോഴും ഈ മോതിരം വളയൊക്കെ മാറ്റാൻ പറഞ്ഞു ഡോക്ടർമാര്. അപ്പൊ മോതിരമൊക്കെ ഇങ്ങനെ മുറിച്ചാണ് മാറ്റിയത്, കാരണം കൈക്കൊക്കെ ഇച്ചിരി നീര് വരുന്നുണ്ട്. അപ്പൊ മോതിരം മുറിച്ചു, വളയൊക്കെ മാറ്റി, മാല ഒക്കെ മാറ്റി. പക്ഷെ അമ്മയ്ക്ക് നിർബന്ധമാണ് ആ വെന്തിങ്ങി അവിടെ കിടന്നോട്ടെ, അത് വിടൂല്ല. ഇപ്പോഴും കിടക്കുന്നുണ്ട് അവിടെ വെന്റിലേറ്ററിൽ. ഈ വെന്തിങ്ങി ഉണ്ട് അമ്മയുടെ കഴുത്തിൽ, അത് വിടൂല. അത് വിടാതിരിക്കുക എന്നുള്ളതാണ് അമ്മ കാണിച്ചു തരുന്ന ഈശോ. ഇടരുത്. അവസാനം നിന്റെ കയ്യിലുണ്ടാവേണ്ടത് വിശ്വാസമാണ്. അവസാനം നിന്റെ കയ്യിലുണ്ടാവേണ്ടത് വിശ്വാസമാണ്. മറ്റുള്ളതൊക്കെ നീ വിട്ടോ, പക്ഷെ വിശ്വാസം. നിന്റെ സ്വർണം നീ വിട്ടോ, നിന്റെ മക്കളെ നീ വിട്ടോ, നിന്റെ ഭർത്താവിനെ വിട്ടോ, പക്ഷെ നിന്റെ വിശ്വാസം നീ വിടരുത്. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ എനിക്ക് നല്ല അറിവ് തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല അറിവ് തരണം. പഠിക്കുമ്പോഴൊക്കെ എല്ലാം എനിക്ക് കിട്ടണം, നല്ലോണം പഠിക്കണം, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് വാങ്ങണം, ഇങ്ങനെയൊക്കെയായിരുന്നു തലയിലുണ്ടായിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മളോട് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, വെളിവ് കിട്ടാൻ, വെളിവിൻ്റെ കതിരുകൾ നിറയ്ക്കണമേ എന്നാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവിനോട് വെളിവിൻ്റെ കതിരുകൾ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എനിക്കറിയില്ല വെളിവ് കിട്ടിയോന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന മാറി. പ്രായം കുറച്ചുകൂടി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യൗവനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനയുടെ രീതി മാറി. പിന്നെ വെളിവിന് വേണ്ടി പ്രാർത്ഥിക്കണില്ല, പിന്നെ പ്രാർത്ഥിക്കുന്നത് സ്നേഹം കിട്ടണേ എന്നാണ്. എവിടെയൊക്കെയോ സ്നേഹം കുറഞ്ഞു പോയി എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കാം. ഒരു പക്ഷേ സ്നേഹം കിട്ടണം. ഈശോ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. ഇപ്പോൾ പള്ളിയിലൊക്കെ ചെന്നിട്ട്, ഇപ്പം ഞാൻ നമ്മുടെ വില്യംസിൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ജാന പള്ളിയിലായിരുന്നു, ഈ മരട് ജാന പള്ളിയിൽ. അപ്പോൾ പള്ളിയിലെ എല്ലാവരെയും എനിക്ക് സ്നേഹിക്കണം, ആരെയും വിടാൻ പാടില്ല, സകല മനുഷ്യരെയും സ്നേഹിക്കണം. ഏത് കൊച്ചു കുഞ്ഞിനെ, ഏത് അപ്പാപ്പനെയും എനിക്ക് സ്നേഹിക്കണം. എല്ലാവരെയും ആരെയും വിടാതെ സകല മനുഷ്യരെയും സ്നേഹിക്കാനുള്ള വരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാവണം, അടിപൊളിയായിരിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന മാറി. നല്ല പോസ്റ്റുകളൊക്കെ കിട്ടണം, നല്ല പള്ളി കിട്ടണം, ഇങ്ങനെയൊക്കെയായി പ്രാർത്ഥന. പക്ഷേ ഇപ്പോഴും പ്രാർത്ഥന, കർത്താവേ വിശ്വാസം തരണമേ എന്നാണ് പ്രാർത്ഥന. ഇത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇത്രയും പോരാ, എൻ്റെ വിശ്വാസം ഇത്രയും പോരാ. ഈശോയെ കുറച്ചുകൂടി നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ, നിന്നെ മാത്രം തേടാൻ, നിന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ വിശ്വാസം തരണമേ എന്നാണ് ഈ തലമുടിയൊക്കെ നരച്ചു കഴിഞ്ഞപ്പോഴുള്ള പ്രാർത്ഥന. നിങ്ങളുടെയൊക്കെ തലമുടി നരച്ച് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നരച്ച് തുടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിഞ്ഞു കഴിയുമ്പോൾ, നരച്ച് കഴിയുമ്പോൾ
നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കർത്താവേ, വിശ്വാസം തരണേ, അവസാന ശ്വാസം വരെ വിശ്വാസം തരണേ. ഇങ്ങനെ എനിക്കിപ്പോൾ ഇത്രയൊക്കെ മതി. ഇങ്ങനെ ICUലേക്ക് പോകുമ്പോൾ എൻ്റെ വെന്തിങ്ങേമ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വിശ്വാസം മതി, അത്രയും മതി. സ്നാപകൻ തൻ്റെ ഇളയവനാണ് ക്രിസ്തു. സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ്. പക്ഷേ ഈ ഇളയമ്മയുടെ മകനെ നോക്കിയിട്ട് ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള അപാരമായ ബോധ്യം, വിശ്വാസം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറയണം, അവൻ വളരണമെന്ന് പറയണത്. അതുകൊണ്ടാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയണത്. അതുകൊണ്ടാണ് അവിടെ എന്ത് കാണുന്നു എന്ന് അന്വേഷിക്കുക എന്ന് അവൻ്റെ സ്വന്തം ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. പോയി അന്വേഷിക്കുക. ക്രിസ്തുവിൻ്റെ അടുത്ത് എന്ന് അന്വേഷിക്കാൻ പോണത് സ്നാപകന്റെ ശിഷ്യന്മാരാണ്. അവരെന്ത് കണ്ടു? മുടന്തർ നടക്കുന്നു, അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. ഇത് കണ്ടിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വിശ്വസിക്കുക. സ്നാപകൻ നമുക്ക് തരുന്ന ഒന്നാമത്തെ പാഠം വിശ്വാസത്തിൻ്റെ പാഠാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വിശ്വാസം അടുത്ത തലമുറയിലേക്ക്, നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക്, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു തിരുനാൾ നടത്തുമ്പോൾ ഈ തിരുനാൾ പലപ്പോഴും എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ഒരു ചടങ്ങ് മാത്രമാണല്ലോ. ഒരു മത്തായിച്ചേട്ടൻ വീട്ടിൽ കഠിനമായിട്ട് അധ്വാനിക്കും. അദ്ദേഹം തെങ്ങിൻ്റെ തടം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ കുഴഞ്ഞ് വീണതിൻ്റെ ഇടയിൽ ആൾ വിളിച്ചു, കൊച്ചുറേസ്യ എന്ന് പറഞ്ഞു വിളിച്ചു. കൊച്ചുറേസ്യ അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് കൊച്ചുറേസ്യ ഈ ശബ്ദം മാറിയപ്പോൾ മനസ്സിലായി. ഓടി വന്നു, മത്തായിച്ചേട്ടൻ്റെ അടുത്ത് വന്നു. മത്തായിച്ചേട്ടൻ നോക്കിയപ്പോൾ ദാണ്ടെ കുഴഞ്ഞ് നിൽക്കുകയാണ്. ചാടി പിടിച്ചു. ഉടനെ മക്കളെ ആഞ്ഞു വിളിച്ചു. മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം സഹായിച്ച് അവർ ഇന്നേ വരെ മണ്ണിലിറങ്ങി ഒരു പണിയെടുത്തിട്ടില്ല. അവർക്ക് കയ്യിൽ തഴമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മൊബൈൽ കുത്തിയുള്ള തഴമ്പാണ്, അല്ലാതെ പണിയെടുത്തുണ്ടായ തഴമ്പല്ല. അപ്പോൾ ആ തഴമ്പ് മാത്രമുള്ള കുഞ്ഞുങ്ങളാണ്. മക്കൾ ഓടി വന്നു. ഇങ്ങനെ അപ്പനെ പകച്ചു നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞേടാ, ജീവിതത്തിൽ ഒരു പണിയെങ്കിലും നീ എടുക്കും, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ. അവൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അപ്പൻ്റെ ഈ വായിലേക്ക് 2 തുള്ളി ഇറ്റ് വീഴ്ച കഴിയുമ്പോൾ അപ്പൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അപ്പൻ ഒട്ടും ഒരു ഒരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ളൊരു വീഴ്ചയാണ്. അപ്പന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അപ്പന് കിട്ടല്ല, ഒന്നും പറയാനുള്ള ശേഷിയില്ല, കുഴഞ്ഞുവാണ്. പക്ഷെ അതേ ഒരു ആക്ഷൻ കാണിച്ചു. ആക്ഷൻ ഇങ്ങനെയാണ്. ആൾത്താർ സംഘം ശ്രദ്ധിച്ചിരിക്കണം. ആക്ഷൻ എങ്ങനെയാണ്? ആൾത്താർ സംഘക്കാരൻ ആക്ഷൻ എങ്ങനെയാണ്? ഈ നെറ്റിന്ന് ഇങ്ങനെ വടിച്ചു. എങ്ങനെ വടിച്ചു? ഇങ്ങനെ വടിച്ചു. ശരി, കിട്ടല്ലേ? ഇങ്ങനെ വടിച്ചു. വേർപ്പിങ്ങനെ വടിച്ചെടുത്തു. എന്നിട്ട് മത്തായി ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കഴിഞ്ഞു. പിന്നെ ആഘോഷമായി. മത്തായി ചേട്ടൻ ഫ്ലെക്സായി, പടമായി, പിന്നെ ശവസംസ്കാരമായി, ബഹളായി, മുത്തലായി. അടിപൊളി. 7:40 ഒക്കെ ഗംഭീരമായിട്ടാണ്. അവസാനം ആണ്ട് റാസക്കുർബാന തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച് റാസക്കുർബാനയും വെച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് മക്കൾ ചോദിക്കുന്നുണ്ട്, എന്നാൽ അപ്പൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അവരിങ്ങനെ ഇടയ്ക്ക് നെറ്റിയിലിങ്ങനെ തലോടി അപ്പൻ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് കിട്ടാതെ ഇങ്ങനെ നിൽക്കണം. അവർക്ക് കിട്ടല്ലേ, കാരണം മക്കൾക്ക് ഈ സംഭവം എന്താണെന്നൊരു പിടുത്തം കിട്ടല്ലേ.
ആണ്ടിൻ്റെ അന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല പോത്തും കോഴിയൊക്കെ കഴിച്ച് മക്കളെല്ലാവരും കൂടി ഈ അപ്പം വീണ് കിടന്ന തെങ്ങിൻ്റെ ചുവട്ടിലെത്തി. എന്നിട്ട് കുറച്ചു നേരം ആകാശത്തേക്കും ഭൂമിയിലേക്കൊക്കെ നോക്കി, കാക്കയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും എന്നൊക്കെ ആത്മഗതം ചെയ്തു. ഈ മച്ചിങ്ങ വലുതായിട്ടാണ് തേങ്ങ ഉണ്ടാവണേ അല്ലേ എന്ന് വേറൊരാൾ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ 2-3 മിനിറ്റ് നിന്നപ്പോഴേക്കും ദാണ്ടെ നെറ്റിയിൽ വേർപ്പ് പൊടിഞ്ഞു. ഉടനെ മക്കളെല്ലാവരും കൂടി ഇതിങ്ങനെ വടിച്ച് ആ തെങ്ങിൻ്റെ ചുവട്ടിലിട്ടിട്ട് അപ്പൻ്റെ ഓർമ്മയ്ക്ക് അയച്ചു. ഇതാണ് പലപ്പോഴും നടക്കുന്ന ഓർമ്മകൾ. നമ്മളിങ്ങനെ നെറ്റി വടിച്ച് നമ്മളിങ്ങനെ തിരുനാളാണ്, അടിപൊളിയായിരിക്കണം, ബാൻഡ് സെറ്റ് വേണം, ചെണ്ട വേണം, പടക്കം വേണം, ഒക്കെ സൂപ്പറായിരിക്കണം, വീട്ടിൽ അടിപൊളി ഭക്ഷണം വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. ശരിക്കും ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ഇങ്ങനെ വടിച്ചെടുത്ത് 4 സ്ഥലത്തേക്കും പ്രദക്ഷിണമൊക്കെ പോയി നമ്മൾ ഗംഭീരമായിട്ട് കഴിഞ്ഞു എന്ന് പറയരുത്. കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ തുടങ്ങാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഓപ്പോ മോറിസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ചുവന്ന കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്കണം, ഇത് രക്തസാക്ഷിത്വത്തിന്റെ അടയാളാണ്. മരിക്കാൻ തയ്യാറാണ്, ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ രക്തസാക്ഷിത്വത്തിന്റെ ചുവപ്പിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇത് ഭംഗിക്ക് വേണ്ടിയൊന്നല്ല, ഈശോയെ പ്രതിയുള്ള വിശ്വാസത്തിൽ മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഒരുവൻ സാക്ഷ്യപ്പെടുത്തലാണ്. ഈ വഴിയിലൂടെ, ഇവിടെ നാനാജാതി മതസ്ഥരായ മനുഷ്യരുള്ള സ്ഥലമാണ്. ഈ വഴിയിലൂടെ നിങ്ങൾ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ, ഈ രൂപവും പൊക്കിപ്പിടിച്ച് പോകുമ്പോൾ, ഈ വിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, കാത്തു സൂക്ഷിക്കും, ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും എന്നൊക്കെ ഈ സകല മനുഷ്യരെയും അറിയിക്കലാണിത്. ഈ വിശ്വാസമാണ് ഇതിൻ്റെ അടിവേര്. അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്ത തിരുനാളുണ്ടാവരുത്, വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായ തിരുനാളുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, സ്നാപകൻ എന്തുമാത്രം തന്നെ ശൂന്യനാക്കി എന്നുള്ളതാണ്. സ്വയം ഇല്ലാതായി. ഇത് അഹങ്കാരത്തിന് നേരെ ഓപ്പോസിറ്റാണ്. പൊതുവെ അഹങ്കാരം നമുക്കങ്ങ് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, നമുക്കൊട്ടും പറ്റില്ല. നമ്മൾ സർവജ്ഞ പീഠങ്ങൾ കയറി എല്ലാം അറിയാമെന്ന് വിചാരിച്ച്, ഞാൻ ഈ പ്രസംഗിക്കുന്ന എൻ്റെ മനോഭാവം തന്നെയാണ്. നമ്മളങ്ങനെ ചിന്തിച്ച് നമ്മൾ പതുക്കെ അഹങ്കാരികളായി മാറും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എളിമ. ഈ വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് അത്ര യോജിച്ചു എന്നല്ല, പക്ഷേ സ്നേഹമുള്ളവരെ, എളിമയുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. എളിമയുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. കാലം നമ്മളോട് പറയും നിങ്ങൾ ഇങ്ങനെ വലുതാവണം. ഈശോ നമ്മളോട് പറയും ചെറുതാകണം. കുഞ്ഞുങ്ങളെ പോലെ ചെറുതാകണം. പിമ്പന്മാർ മുൻപന്മാരായിക്കോളും, കുഞ്ഞുങ്ങളെ പോലെ ചെറുതാകണം. ഈ ചെറുതാകലിൻ്റെ, ഈ കടുകുമണിയോളം എന്നൊക്കെ പറയണേ, എൻ്റെ ചെറുതാകലിൻ്റെ ഒരു ശാസ്ത്രം നമുക്ക് പിടികിട്ടൂല. ഞാൻ ചില വലുതായ മനുഷ്യരുടെ ചില കഥകളൊക്കെ ഇങ്ങനെ ഈ ദിവസങ്ങൾ ഓർക്കരുത്. ഈ അവയവ ദാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ED അന്വേഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ഡോക്ടർ, അതിപ്രശസ്തൻ, അതിസമ്പന്നൻ, വളരെ സ്മാർട്ട്. ഏത് സ്ഥലത്തെത്തിയാലും അദ്ദേഹമായിരിക്കും സെൻട്രൽ പോയിന്റ്. അത്രമാത്രം
അത്രമാത്രം പേഴ്സണാലിറ്റി കപ്പാസിറ്റി ഉള്ള ആൾ, അത്രമാത്രം വൈദഗ്ധ്യമുള്ള ആൾ. അദ്ദേഹം കിഡ്നിയെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഫെയിലായിട്ടില്ല എന്നൊക്കെയാണ് പറയണേ. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നിങ്ങൾ അറിഞ്ഞാണ്? നിങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ പറ്റി ഞാനീ പറയണം. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഒരു കയറും പിടിച്ചുകൊണ്ട് പോവാണ്. പർപ്പസ്ഫുള്ളി ആത്മഹത്യ ചെയ്യാനായിട്ട് പോവാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പലവിധ കാറുകളുണ്ട്, പല ഔട്ട് ഹൗസുകളും ഫാം ഹൗസും സ്വന്തം വീടും അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും ഒക്കെ ഉണ്ട്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒക്കെ വലിയ ഡോക്ടർമാരൊക്കെയാണ്. ആത്മഹത്യ ചെയ്തു. ചില സമയത്ത് നമുക്ക് ഇച്ചിരി ചെറുതായാൽ മതി, നമ്മൾ അത്രയും അങ്ങോട്ട് വലുതാവണ്ട, അത്രയും വലുതാവണ്ട. ഒരുപാട് വീർപ്പിച്ച് പൊട്ടിപ്പോരുത്. നമുക്കിടയ്ക്ക് പറയാൻ പറ്റണം, അവൻ വളരണം. നമ്മുടെ കൂട്ടുകാരന് കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് നമ്മുടെ ക്ലാസ്സിലൊരു കൊച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തൊരു ഭംഗിയുണ്ട്. ഇപ്പം അതിന് പോയിട്ട് ഒരു മാർക്ക് എങ്ങാനും അവന് കൂടുതൽ കിട്ടിയാലോ എന്ന് ഓർത്ത് ഒരു അറിയാവുന്ന കാര്യം പോലും പറഞ്ഞു കൊടുക്കാത്ത വണ്ണം ചെറുതായി പോണ കുഞ്ഞു മക്കളാണ്. ഇതാരാ ഈ നിറയ്ക്കണേ? വെറുപ്പ്, വിദ്വേഷം ആരാ നിറയ്ക്കണേ? നമ്മുടെ വീടാണ് കേട്ടോ, നമ്മുടെ വീടാണ് വെറുപ്പുകളൊക്കെ നിറയ്ക്കണേ. എൻ്റെ വീട് മുക്കുന്നൂർ അങ്കമാലി അടുത്തണേ. അവിടെ അടുത്ത് മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മഞ്ഞപ്രയിൽ ഈ 2026 ജൂൺ 9 വേറൊരാള് വെടിവെച്ചു. അത് ഞങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമായിപ്പോയി. ഒന്ന്, ആ നാട്ടിൽ തോക്കുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അങ്ങനെ ഒരു ഓണം കയറാൻ മൂലയാണ്, അവിടെ ഒന്നും തോക്കൊന്നും എത്തിയില്ല. പക്ഷെ തോക്കൊന്നും എത്താത്ത സ്ഥലത്ത് ദാണ്ടെ ഒരുത്തം വെടിപൊട്ടിച്ചിരിക്കും. കിലുക്കൻ ജോസ് എന്ന് പറഞ്ഞ ആളാണ് മരിച്ചത്. കിലുക്കൻ ജോസിനെ കുളിക്കാനായിട്ട് ഈ പടവിലിറങ്ങി നിൽക്കുമ്പോൾ പോളി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് വെടിവെച്ചു കൊല്ലാണ്. എന്താണ് കാരണം? കാരണം തെളിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാകുന്നത്. ഈ പോളി എന്ന് പറയുന്ന ആള് കൊന്നവന്റെ അപ്പന് 8 കൊല്ലം മുമ്പ് ഈ ജോസ് എന്ന് പറഞ്ഞ ആള് ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ, വീട്ടില് അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഈ മരച്ചീനി പിഴുതെടുത്ത് അടിച്ചു കൊന്നാണ്. അടിച്ചു കൊന്നിട്ട് അയാളെ പക്ഷെ കോടതി 1 കൊല്ലം കണ്ട് കഴിഞ്ഞപ്പോൾ വെറുതെ വിട്ടു. 1 കൊല്ലം ജയിലിൽ കിടന്നു. ഈ 1 കൊല്ലം കഴിഞ്ഞ് കോടതി വെറുതെ വിട്ടെങ്കിലും മകൻ പോളി 8 കൊല്ലം കാത്തിരുന്നു. അവൻ വെടിവെച്ചു. വെറുപ്പ് ഇങ്ങനെ വളരുകയാണ്. വെറുപ്പ് നമ്മൾ സൂക്ഷിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് ഈ വെറുപ്പിന്റെ ഉണ്ട കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൊട്ടിക്കും. നിങ്ങളത് മനസ്സിലാക്കി. സ്നേഹത്തിന്റെ ഉരുള കൊടുക്കുന്നതിന് പകരം വെറുപ്പിന്റെ ഉണ്ട കൊടുത്താൽ അവൻ പൊട്ടിക്കും. എന്താണ് കൊടുക്കണേ നമ്മുടെ വീട്ടില്? സ്നേഹത്തിന്റെ ഉരുളയാണോ വെറുപ്പിന്റെ ഉണ്ടയാണോ? ഏതാ കൊടുക്കുന്നത്? വെറുപ്പിന്റെ ഉണ്ട. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഭവനങ്ങളിൽ നമുക്ക് വളരെ അടുപ്പമുള്ളവരായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അകലം. ഏറ്റവും അടുപ്പമുള്ളവരുണ്ട്. സ്വന്തം സഹോദരിയുടെ വീടിനോട് അല്ലെങ്കിൽ സഹോദരനോട് ഈ നമ്മളുടെ ഏറ്റവും വലിയ വിഷമം ആരോടാണ്? നമ്മളെല്ലാ ദിവസവും പറ്റിക്കുന്ന, നമ്മളെ
കുഴി ചാടിക്കുന്ന ഒരാളോടും നമുക്ക് വലിയ പരിഭവമൊന്നുമില്ല. മറിച്ച് പണ്ടെങ്ങാണ്ട് ഏതാണ്ടൊരു കാര്യത്തിന്, എന്തോ കാര്യത്തിന്, എന്താന്ന് കൂടെയും കൃത്യമായിട്ട് ഓർക്കണില്ലേ, അതിനൊരു വഴക്കുണ്ടായതിൻ്റെ വഴക്ക് മൂത്ത് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാത്ത തറവാടുകൾ, ഇതിനെയൊക്കെ തറവാടെന്ന് വിളിക്കാമോ എന്ന് അറിയാൻ പാടില്ല, തറവാടുകൾ പലതും തറയായി മാറുന്നു. തറവാടുകൾ അങ്ങനെ ക്ഷയിക്കുന്നത് വെറുപ്പ് കൊണ്ടാണ്. അത് സ്വന്തം സഹോദരനെതിരെയുള്ള വെറുപ്പ് കൊണ്ടാണ്. ആ വെറുപ്പ് ഇങ്ങനെ ഊട്ടി വലുതാക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കണേ എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. അവനവൻ്റെ വീട്ടില് വെറുപ്പ് വലുതാവണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഒരു 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 സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ ഈ തിരുനാളൊക്കെ നല്ല സമയമാണ്. ഒന്ന് സ്നേഹിക്കി, ഒന്ന് തൊട്ടാ തീരണ പ്രശ്നങ്ങളെ പലതുള്ളൂ. സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ നീന്ന് വാ, ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളാണ് വെറുപ്പിന്റെ ഉണ്ടയായിട്ട് മാറുന്നത്. ഒരല്പം കറിയൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് ചെന്നാൽ ഒരു കോപ്പ കോഴിക്കറിയിൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മൾ പോകൂല, കാരണം നമ്മുടെ ഈഗോ സമ്മതിക്കൂല. നമ്മുടെ ഈഗോ സമ്മതിക്കൂല. നിങ്ങൾ ശ്രമിച്ചു ഈഗോ പറ്റൂല, എളുപ്പമല്ല. അത്ര അഗാധമായ എളിമയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ കാല് വെച്ച് തന്നെ നടക്കും. നമ്മൾ അലിയൂല. അലിയണം. അലിയലാണ്, അലിഞ്ഞില്ലാതാകലാണ് ക്രിസ്തീയത. പ്രത്യേകിച്ച് വെറുപ്പുകളെ നമുക്കൊന്ന് അലിയിക്കണം. അറിഞ്ഞറിയാതെയോ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ചില അകലങ്ങളുണ്ട്, മാറ്റണം നമുക്ക്. മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ബാക്കിപത്രമാണ്. ഈ സ്നാപകന്റെ ശിരസ് കൊണ്ട് സലോമി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. എന്ത് ചെയ്തു? സ്നാപകന്റെ ശിരസ് കൊണ്ട് സലോമി ഓർക്കല്ലേ? ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നർത്തനം ആടിയ ഈ സലോമി ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഈ ഇത് കിട്ടണത്, ഈ ട്രോഫി കിട്ടണത്. ഈ ട്രോഫി എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എന്ത് ചെയ്യും? സന്തോഷിക്കും. തെറ്റിദ്ധാരണയാണ്, സന്തോഷിക്കാൻ പറ്റില്ല. നമുക്ക് ശത്രുതയുള്ള ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുറിയിൽ വെക്കി, അത് എക്കാലവും നിങ്ങളെ പേടിപ്പിക്കും. അവനവന്റെ അകൃത്യങ്ങൾ നമ്മളെ പേടിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും നമുക്ക് തന്നെ തിരിഞ്ഞു കുത്തും. അതിന് സംശയമൊന്നുമില്ല. മനുഷ്യര് പലയിടങ്ങളിൽ നിശബ്ദരാക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. കഴുത്തുകെട്ടും. പ്രത്യേകിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ, നീതിക്ക് വേണ്ടി ധാർമ്മിക ശബ്ദമായിട്ട് ഒരുവൻ നിലകൊള്ളുമ്പോ അവന്റെ കഴുത്ത് കെട്ടാനായിട്ട് ആളുണ്ടാവും. പക്ഷെ ഓർക്കണം, ആ കഴുത്ത്, അതിനു മീതെ നിൽക്കുന്ന ആ തല, വെട്ടിമാറ്റപ്പെട്ട തല ആർത്തു വിളിക്കും നീതിയുടെ സ്വരം, സത്യത്തിന്റെ സ്വരം. ഒരിക്കലും പിന്നെ അവൻ ഉറങ്ങാൻ പറ്റൂല. ഹെറോദോസ് രാജാവിന് പിന്നെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യുന്ന ഭീകര സ്വപ്നമായിരിക്കും. ഇത് സ്നാപകനാണോ എന്നാണ് ഈ യേശുക്രിസ്തുവിനെ പറ്റി ചോദിക്കുന്നത്. നമ്മൾ ശിരസറുത്ത് കൊന്ന സ്നാപകനാണോ ഈ വീണ്ടും വന്നിരിക്കുന്നത്? വീണ്ടും വരും. നിങ്ങൾ ആരെയാണോ കുഴിച്ചു മൂടിയത്, ആരെയാണോ തള്ളിപ്പറഞ്ഞത്, ആരെയാണോ കൊല്ലാനായിട്ട് ഒരുങ്ങിയത്, ഇത് കൊലപാതകം എന്നൊക്കെ പറയുന്നത് കഴുത്തുവെട്ടൽ മാത്രമൊന്നുമല്ല കേട്ടോ. അപകീർത്തിപ്പെടുത്തല്, മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കല്, മറ്റുള്ളവരെ പറ്റി ഇല്ലാ കഥകൾ പറയല്, മറ്റുള്ളവരെ
ചവിട്ടി തേക്കാനായിട്ട് നമ്മൾ പ്രയോഗിച്ച സകല കാര്യങ്ങളും നമുക്കെതിരെ തിരിയും. അത് നമ്മെ കൊഞ്ഞനം കുത്തും. ആരെങ്കിലുമൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ദാവീദിനോട് നാഥാൻ ചോദിച്ചതുപോലെ ആ മനുഷ്യൻ നീ തന്നെയാണെന്ന്, അല്ലെങ്കിൽ നാബോത്തിന് വേണ്ടി സംസാരിക്കുന്ന ഏലിയ പ്രവാചകനെ പോലെ ഇങ്ങനെ പ്രവാചകന്മാർ നിരന്തരം ഉയർത്തെഴുന്നേൽക്കും. പ്രതികാര വിജയത്തിന്റെ പ്രതീകം സലോമിയും ഹെറോദിയാണെങ്കിൽ ഈ പ്രതികാരത്തിന് അവർ കൊടുക്കേണ്ടി വരുന്ന കപ്പമാണ് ഭയം. ഭയം. ഈശോ പക്ഷേ സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നൊരു വാക്ക് ഭയപ്പെടണ്ട എന്നാണ്. ഭയപ്പെടേണ്ട 365 പ്രാവശ്യം ഉണ്ടെന്നാണ് സാധാരണ ഒരു പൊതുതത്വം. പക്ഷെ അത് ഓരോ ദിവസവും പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് പറയുന്നതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അറിവ് അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ 71 പ്രാവശ്യമാണ് ഫിയർ നോട്ട് എന്ന പദം ഉപയോഗിക്കുന്നത്. ഭയപ്പെടേണ്ട, പേടിക്കണ്ട, പേടിക്കണ്ടെന്ന്. എന്തുകൊണ്ടാണ് നീ പേടിക്കേണ്ടാത്തത്? പേടിക്കേണ്ടാത്തത് നിന്റെ കൂടെ ക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. നിന്റെ കൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ പേടിക്കണ്ട, ഭയം വേണ്ട. ക്രിസ്തു ഉണ്ടെങ്കിൽ നീ അലിവുള്ളവനായി തീരും, നീ എളിമയുള്ളവനായി തീരും, നീ ചെറുതാകും. ക്രിസ്തു ഉണ്ട് എന്നതിൻ്റെ അടയാളം നമ്മളതാ പറഞ്ഞു തുടങ്ങിയത്. അടയാളം ക്രിസ്തു ഉണ്ട് എന്നതിൻ്റെ അടയാളം. ഈശോയുടെ അടയാളങ്ങൾ എന്തൊക്കെയാ? കുരിശ്. ഇത്രയും ലളിതമായ ഒരു അടയാളം വേറെ എന്തുണ്ട്? 2 കമ്പ് എങ്ങനെ കൂട്ടി വെച്ചാലും അത് കുരിശാണ്. ഈ അൾത്താരയിൽ നിന്ന് ഊതിയാൽ പറക്കുന്ന അപ്പാണ്. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ഊതിയാൽ പറക്കണ ഒരു കുഞ്ഞി അപ്പത്തില് ക്രിസ്തു. ഈശോയുടെ പുൽക്കൂട്. ഇതിലും എളിമയോടെ ആർക്ക് ജനിക്കാൻ പറ്റും? തൊഴുത്തിൽ ക്രിസ്തു ചെറുതാകലിൻ്റെ, എളിമയുടെ, താന്നുകൊടുത്തതിൻ്റെ അടയാളമാണ്. ഞാൻ ചുരുക്കാണ്. സ്നാപകൻ നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, തന്നെ വിട്ടുകൊടുക്കലിൻ്റെ, പ്രതികാര ചിന്തയില്ലാതാക്കലിൻ്റെ, എളിമയുടെ അടയാളമാണ്. ഈ തിരുനാളിന് നമുക്ക് ആ അടയാളം പേറിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് നടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് നല്ലൊരു തിരുനാൾ സന്ദേശം നൽകിയ ജസ്റ്റിൻ അച്ഛന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ വലിയ വിഷമത്തോടെയാണ്, ഹൃദയം നുറുങ്ങുന്നത് പോലെയാണ് അമ്മ ICUവിലായതുകൊണ്ട് വചനപ്രഘോഷണത്തിന് വന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അൾത്താരയിൽ വരുമ്പോൾ അച്ഛൻ പഴയ പോലെ മറ്റൊരാളായി മാറും. അപ്പോൾ പ്രസംഗം ഹൃദയത്തിൽ തൊടുന്ന വിധത്തിൽ നമുക്ക് നല്ലൊരു സന്ദേശം നൽകി. അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. കാഴ്ചവെപ്പിനായി ഒരുങ്ങിയിട്ടുള്ളവർ നടുവിലേക്ക് വരിക.